പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ ഇന്ന് നമ്മളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ഈശോയുടെ സാന്നിധ്യം ഇന്ന് മുഴുവൻ സമയവും ഉണ്ടാകട്ടെ. എല്ലായിടത്തും കർത്താവിൻ്റെ വലം കൈ നമുക്ക് വിജയം നൽകട്ടെ. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 59-ാം വചനം ധ്യാനിക്കാം. അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്നും പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തെപ്പറ്റി ധ്യാനിക്കാനുള്ളൊരു ദിവസം. വിശുദ്ധി തന്നെയായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് നിത്യമായി കടന്നു ചെല്ലണമെങ്കിൽ നമ്മുടെ ആത്മാവും യേശുവിൻ്റെ ആത്മാവ് പോലെ വിശുദ്ധീകരിക്കപ്പെടണം. കരുണയുള്ള കർത്താവ് നമ്മെ പീഡനങ്ങൾക്ക് വിടുമോ എന്ന് ചോദിക്കുന്നത് കേൾക്കാറുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം. നമ്മെ നഷ്ടപ്പെടുത്തി കളയാതെ വീണ്ടെടുത്ത് സ്വന്തമാക്കാൻ അവിടെ നിന്നൊരുക്കിയ സ്ഥലം. കർത്താവെ, ജീവിതത്തിലെ ഓരോ സഹനത്തെയും ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഒരുക്കപ്പെടുന്ന അവസരങ്ങളാക്കി കാണാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.